നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു പച്ചമാങ്ങ ചട്നിയാണ്. ഇപ്പം പച്ചമാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. നമുക്ക് ചെനച്ച് തുടങ്ങിയ മാങ്ങ ഒരെണ്ണം, വെളുത്തുള്ളി വേണം ഒരു 4 അല്ലി, തക്കാളി ഒരെണ്ണം, പിന്നെ മല്ലിയില വേണം, അതുപോലെ പുതിനയില വേണം, സവോള ഒരു ചെറുത് കൊത്തി അരിഞ്ഞത്, പിന്നെ ജീരകപ്പൊടിയാണിത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ എണ്ണ. ഇത്രയാണ് നമുക്ക് ഈ റോ മാംഗോ ചട്നി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പാനിൽ എണ്ണ ചൂടാക്കി ഈ മാങ്ങ ഒന്നിട്ട് കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കണം. 8 അല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഈ മാങ്ങയും തക്കാളിയും കൂടി ഒന്ന് വഴന്ന് കിട്ടുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം ഞാനിത് ഒരു ചോപ്പറാണ് എടുത്തേക്കുന്നത്. ചോപ്പറിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം കുറച്ച് ഉപ്പ് ചേർത്തു, അതുപോലെ പഞ്ചസാര ചേർക്കുക. മാങ്ങയുടെ പുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കണം. സവോള ഒരെണ്ണം, ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതാണിത്. ഇത് മുഴുവനും ചേർക്കുക. നമുക്ക് പുതിനയില ചേർക്കണം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു റോ മാംഗോ ചട്നിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുതിനയിലയൊക്കെ ചേർക്കുന്നത്. ഇതിൽ മല്ലിയിലയും ചേർക്കുന്നുണ്ട് നമ്മൾ. 2 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. നമുക്കിനി ഇതിലേക്ക് ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കണം. അതുപോലെ മല്ലിപ്പൊടി ചേർക്കണം. 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർക്കാം. നമ്മൾ ഈ മാങ്ങയും തക്കാളിയൊക്കെ വഴറ്റാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇത് വഴന്നിട്ടുണ്ട്. നമുക്കിത് തീ നിർത്താം. നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊലി മാറ്റി കളയാൻ പറ്റും നമുക്ക്. നമുക്ക് ഈ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി വെച്ചത് നമുക്ക് ഈ ചോപ്പറിലോട്ട് തന്നെ ഒന്ന് ഇടാം. മാങ്ങ ഇടുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ചോപ്പറിൽ വെച്ചൊന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മാങ്ങയുടെ നമ്മൾ തൊലി കളഞ്ഞു. ഇതും കൂടി നമുക്ക് ഈ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ ചോപ്പറിൽ വെച്ച് ചെയ്തത്. ബ്ലെൻഡറിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒത്തിരി അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ റോ മാംഗോ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ തക്കാളിയൊക്കെ വഴറ്റിയ എണ്ണയുണ്ടല്ലോ, ആ എണ്ണ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊക്കെ നേരിട്ടാണല്ലോ ചേർത്തത്. അപ്പോൾ ആ മുളക് പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിന്ന് തയ്യാറാക്കിയത് റോ മാംഗോ ചട്നിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയാണ് കുറച്ചുകൂടി നല്ല കോമ്പിനേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണല്ലോ. മല്ലിയിലയുടെയും അതുപോലെ തന്നെ പുതിനയിലയുടെയും ഒക്കെ ടേസ്റ്റുള്ള, തക്കാളിയുടെ നല്ല കൊഴുപ്പുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമുണ്ട്, പുളിയും ഉപ്പും എരിവും എല്ലാം ഉള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.